ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദൈവം അടിയൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച ചില ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 14 തൊട്ട്, അതായത് 14 അധ്യായത്തിൻ്റെ 14 തൊട്ടുള്ള വാക്യങ്ങൾ. അതായത്, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണസാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിങ്ങ് കൊണ്ട് വരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. നമ്മൾ ഒട്ടനവധി കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് കേട്ട ഒരു ഭാഗം ഇതല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ പലവിധമായ അല്ലെങ്കിൽ ഭാരങ്ങളാലും പ്രയാസങ്ങളാലൊക്കെ ഹൃദയത്തിൽ നീറിൽ അല്ലെങ്കിൽ ഹൃദയം നീറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഭാഗം, ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കും. അതായത്, നമ്മളെ സേവിക്കുന്ന യേശു അല്ലേ, നമുക്കൊരു പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയും നമ്മൾ എന്താ കൂടുതൽ ചെയ്യാറ്? നമ്മൾ ആ യേശുവിൻ്റെ അരികിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലേ. എന്തെങ്കിലും ഒരു മനസ്സിനൊരു ഭാരം വരുമ്പോൾ എന്താണ്, നമുക്ക് യേശുവിൻ്റെ അരികിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില മനസ്സിന് ആശ്വാസം ലഭിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ പ്രാർത്ഥിക്കാൻ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അരികിൽ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. ആമേ സ്തോത്രം. നിൻ്റെ പ്രതികൂലത്തിൻ്റെയും നിൻ്റെ പ്രശ്നത്തിൻ്റെയും മറുപടി അല്ലെങ്കിൽ ആ വിഷയത്തിന് പരിഹാരം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഇവിടുത്തെ ഈ പുരുഷാരം കർത്താവിൻ്റെ വചനം കേൾക്കേണ്ടതിന് അവനെ പിന്തുടർന്ന ഒരു പുരുഷാരം. അപ്പം നേരം വൈകി അവരെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ ചിന്തിച്ചപ്പോഴും യേശു എന്താ പറയുന്നത്? അവരെ പറഞ്ഞയക്കേണ്ട, നിങ്ങളുടെ പക്ഷത്ത് എന്തുണ്ടോ അതവർക്ക് കൊടുപ്പിന്. അതായത്, യേശുവിൻ്റെ അരികിൽ വന്ന പുരുഷാരത്തിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം കർത്താവ് യേശുവിൻ്റെ അരികിൽ തന്നെ ഉണ്ട്. ആമേ സ്തോത്രം അല്ലേ. അവർക്ക് വിശന്നു, അവർ ഇത്രയും വചനങ്ങളൊക്കെ കേട്ടു. ദൈവം അവർക്ക് വേണ്ടതെല്ലാം പകർന്നു കൊടുത്ത് അവർക്ക് മാനുഷികമായ അവർക്ക് എന്ത് ചെയ്തു? മനുഷ്യനായാൽ വിശപ്പ് തോന്നുന്ന പോലെ അവരുടെ അടുത്ത പ്രശ്നമായ വിശപ്പ് അവർക്ക് തോന്നുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പുരുഷാരത്തെ ദൈവം പറഞ്ഞു വിടുകയല്ല ചെയ്തത്. അവൻ്റെ പക്കൽ തന്നെ ആ പുരുഷാരത്തിനുള്ള മറുപടി ലഭിച്ചതുപോലെ അല്ല, അതിനുള്ള പരിഹാരം യേശുവിൻ്റെ അരികിൽ കിട്ടാത്തതും അല്ലെങ്കിൽ യേശുവിൻ്റെ അരികിൽ നമുക്ക് കിട്ടാത്തായിട്ട് ഒരു പരിഹാരവും കിട്ടാത്ത ഒരു വിഷയങ്ങളും ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇപ്പം നിങ്ങൾ ഭാരപ്പെടുന്ന ഏതു വിഷയമായാലും ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും യേശുവിൻ്റെ അരികിൽ നിനക്കുള്ള പരിഹാരം അപ്പൻ്റെ കരത്തിലുണ്ട് എന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും അല്ലേ. ദൈവവചനം നമ്മൾ ഇപ്രകാരം പഠിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക. ആമേ സ്തോത്ര അല്ലേ. നമ്മൾ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ അധ്വാനിച്ച് മടുത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് യേശുവിൻ്റെ അടുത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നിനക്കതിനുള്ള പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ദൈവവചനം പറയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അല്ലേ. ദൈവവചനം അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ യെരൂശലേമിൽ ആശ്വാസം കണ്ടെത്തും എന്നുള്ള വചനങ്ങളൊക്കെ നമ്മളെ എന്താണ് പല സാഹചര്യങ്ങളിലും ബലപ്പെടുത്തുന്ന വചനങ്ങളല്ലേ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കി എൻ്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പി. ഇപ്പം കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക, നിങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ പക്കലുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവ് തിരുവെഴുത്തുകളെക്കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ മത്തായിയിൽ തന്നെ ഉള്ളൊരു വചനമാണ്. മത്തായിലല്ല, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയും, ദാഹിക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുക. ഇന്ന് പലവിധമായ ദാഹങ്ങളാലും പ്രതിസന്ധികളാലും പ്രശ്നങ്ങളാലും ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ, നിൻ്റെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ഈ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളിൽ കൂടെ അല്ലെങ്കിൽ നമ്മളിൽ കൂടെ ആണെങ്കിലും മനുഷ്യർ
കൂടി ആണെങ്കിലും നമുക്ക് പരിഹാരം കിട്ടാത്ത വിഷയങ്ങളുമായിട്ട് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആമേ, ഒരു മനുഷ്യനെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയും നിനക്ക് വേണ്ടി. ആമേ സ്വോത്ര. അവൻ നിനക്ക് ഇത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ നിനക്ക് അല്പനേരത്തേക്ക് അവൻ നിന്നെ മറന്നു എന്ന് നിനക്ക് തോന്നിയാലും ഹല്ലേലൂയ സ്തോത്ര, യഹോവ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആമേ സ്തോത്രല്ലേ. അല്പനേരത്തേക്ക് യേശു നിന്നെ മറന്നെന്നൊക്കെ നിനക്ക് തോന്നിയെന്നൊക്കെ വരാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ഇന്ന് പറയുകയാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും യേശുവിൻ്റെ കരത്തിലുണ്ട് അല്ലേ. അവനെന്തി നമുക്ക് സഹിച്ചുകൂടാത്ത അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത മേഖലകളെന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയാലോ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നമ്മൾ വരിക. ആമേ സ്വോത്രല്ലേ. അവൻ്റെ വാക്ക് നമ്മൾ കേൾക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തെ ഒരുപാട് ആശ്വാസം നൽകാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എൻ്റെ യേശുവിൻ്റെ അരികിൽ തന്നെ ഉണ്ട്. ഞാനത് വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് മറുപടി തരിക തന്നെ ചെയ്യുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏത് പ്രതിസന്ധി, കർത്താവേ ഇതിൽ എന്നെ സഹായിപ്പാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ലെന്ന് നീ ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം. എൻ്റെ അപ്പന് കഴിയില്ല, എൻ്റെ അമ്മയ്ക്ക് കഴിയില്ല, ലോകത്തിൽ ആർക്കും എന്നെ വിടുവിപ്പാൻ ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവേ ഇതിനൊരു മറുപടി ഇല്ലല്ലോ, ഇതിന് ആരെയും കൊണ്ട് പരിഹരിപ്പാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് നീ വിശ്വാസത്തോടെ യേശുവിനോട് പറഞ്ഞാൽ നിൻ്റെ പ്രശ്നത്തിനുള്ള നമുക്കറിയാം, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെങ്കിൽ നിൻ്റെ രോഗം അതേതാണോ, നിൻ്റെ ഭാരം അതേതാണോ, അതറിയാവുന്ന ഒരേ ഒരു വൈദ്യനേ ഉള്ളൂ, നസ്രാന യേശുവാണ്. ഹല്ലേലൂയ സ്തോത്രം. അവന് വേണ്ട നിൻ്റെ ഹൃദയത്തെ നീ പകർന്നു കൊടുത്ത ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ആരെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഭയപ്പെടേണ്ട. യഹോവ നമുക്ക് വേണ്ടി പരിഹാരം വരുത്തും. അവൻ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നമുക്കറിയാം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബലവാനും ബലഹീനനും തമ്മിലൊരു പ്രശ്നമുണ്ട്. കർത്താവ് നീ അല്ലാതെ നമുക്ക് ആരുമില്ലെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് നിൻ്റെ ദൈവകരത്തിൽ നിൻ്റെ കാര്യങ്ങൾ യഹോവയുടെ കരത്തിൽ ഭരമേൽപ്പിക്കുക. അവൻ തക്ക സമയത്ത് അതിനുള്ള മറുപടികൾ ദൈവം നമുക്ക് ഒരുക്കി തരുവാനായിട്ട് ഇടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു ഓൾ.